ഹായ് ഹലോ, ദിസ് ഇസ് ശരണ്യ. വീണ്ടും ഞാനൊരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് എത്തിയിട്ടുണ്ട്. അത് ഏത് ടോപ്പിക്കിലാന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിലാണ്. നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ട്, പഠിക്കാണ്ട് പോകാൻ സാധിക്കില്ല. എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ വൈഡ് ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല, എല്ലാ സ്ലൈഡിലും പറയണത് പോലെ തന്നെ ക്വസ്റ്റ്യൻ എന്താണോ അതിൻ്റെ ആൻസർ എന്താണോ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഞാൻ തരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അപ്പം തന്നെ നോട്ട് ചെയ്തെടുക്കാം. കാരണം അത് നമുക്ക് വേറെ എക്സാംസിനും എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ എല്ലാവരും ഇപ്പോൾ പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പം മലയാളത്തിൽ നമ്മളൊരു സ്ലൈഡ് ചെയ്തു, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരുന്നിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് മെല്ലെ ഓരോ ക്വസ്റ്റ്യനിലോട്ട് കിടന്നാലോ? എല്ലാവരും ഞാൻ എല്ലാ ഈ പ്രസൻറ്റേഷനിലും പറയുന്നുണ്ട്, കാരണം നമ്മളൊരു 2 വട്ടമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും കേൾക്കുക. എന്തിനാ ഈ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവാണ്. മനസ്സിലായോ? എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഈ കേട്ട് പഠിച്ചതിൻ്റെ ഗുണം ഒരുപാട് നമുക്ക് അവിടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഒരു 2 വട്ടമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോക്കുക. വെറും 10 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ, അപ്പോൾ ദയവ് ചെയ്തൊന്ന് കേട്ട് നോക്കൂ. എന്തായാലും നമ്മുടെ ഭാവിയുടെ കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അശ്വമേധം പ്രാചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലേ, ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻസർ രോഗം, 5-ാം പനി, ക്ഷയം, കുഷ്ഠം. അല്ലേ, ഇതിൽ ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി, കുഷ്ഠം. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അശ്വമേധം പ്രാചാരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. എ നിപ്പ, ബി ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, സി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അത് കൂടുതലായിട്ട് പടർന്നുകൊണ്ടിരുന്നതും നമ്മൾ ഒരുപാട് പേടിച്ചതും ഒക്കെ ആയിട്ടുള്ള അസുഖങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതൊക്കെയാണ്? നിപ്പ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്. ഇതിൽ ഏതാ ആൻസർ നമ്മൾ ചൂസ് ചെയ്യുന്നത്? മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ രണ്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സാന്ത്വന പരിചരണം നൽകുന്നത്. എ ഗർഭിണിയായ സ്ത്രീക്ക്, ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, സി നവജാത ശിശുവിന്, ഡി ഇവയൊന്നുമല്ല. സാന്ത്വന പരിചരണം ആർക്കാണ് ആവശ്യം? കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് തന്നെയാണ് ആവശ്യം അല്ലേ? അതായത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ചാൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു കാര്യമാണ്. സാന്ത്വന പരിചരണം ഏറ്റവും കൂടുതൽ ആവശ്യവും ആഗ്രഹിക്കുന്ന ആൾക്കാരും ആരാണ്? കിടക്കയിൽ കിടക്കുന്ന രോഗികൾ തന്നെയാണ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശുദ്ധജലത്തിൽ pH മൂല്യത്തിന്റെ അളവ്. നമുക്ക് എല്ലാത്തിനും എന്തുണ്ട്? pH ഉണ്ട് അല്ലേ? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഓരോരോ ക്വസ്റ്റ്യൻസുമായിട്ട് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. എല്ലാത്തിൻ്റെയും pH എടുത്തിട്ട് വരും, പേടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം കിട്ടും, ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും 2 വട്ടമെങ്കിലും ഞാൻ പറയണത് പോലെ കേട്ട് പഠിക്കുക, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ കേട്ട് പഠിച്ചതിന്റെ ഗുണം ആ എക്സാം ഹാളിൽ വെച്ച് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. ഓക്കെ, ശുദ്ധജലത്തിൽ pH മൂല്യത്തിന്റെ അളവ് എന്താണ്?
pH 5 ഉണ്ട്, pH 7, pH 8.5, pH 10. ആൻസർ pH 7 അല്ലേ? pH 7 ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ് എത്രയാണ്? pH 7. ഓക്കെ. പിന്നെ ആസിഡിന്റെയും ആൽക്കലിന്റെയും ഒക്കെ pH അതിന് അനുസരിച്ചിട്ടുള്ള വാല്യൂ ഉണ്ട്. പിന്നെ ഇത് ന്യൂട്രൽ ആയിട്ടുള്ള വാല്യൂ ആണത്. അതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും അല്ലേ? അതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ ഡോക്ടർ ഹർഷ് വർദ്ധൻ, ശ്രീ മൻസുഖ് മാണ്ഡവിയ, സി ശ്രീമതി വീണ ജോർജ്, ഡി ശ്രീമതി കെ ശൈലജ. എന്താ ക്വസ്റ്റ്യൻ? എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ 2 വട്ടം വായിച്ചു നോക്കുക. കാരണം നമുക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ചൂസ് ചെയ്യും അല്ലേ? വീണ ജോർജ് അങ്ങനെയുള്ളത് പെട്ടെന്ന് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 2 വട്ടം ക്വസ്റ്റ്യൻസ് വായിക്കുക. കാരണം ഇതൊക്കെ കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ട്സ് ആണ്. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ശ്രീ മൻസുഖ് മാണ്ഡവിയ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവിയ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. എന്താണ് ക്വസ്റ്റ്യൻ? വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അന്ധത. എന്താണത്? ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എ തിമിരം, ബി ഗ്ലോക്കോമ, സി നിശാന്തത, ഡി ഇവയൊന്നുമല്ല. അപ്പൊ ഈ അന്ധത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടി കാണും ഏതാ ആൻസർ എന്ന് അല്ലേ? ഓരോ വിറ്റമിൻസിന്റെ കുറവ് മൂലം നമുക്ക് ഓരോരോ അസുഖങ്ങൾ ഉണ്ടാവും എന്നറിയാലോ. വിറ്റമിൻസുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാലോ എല്ലാവർക്കും. എല്ലാതുമായിട്ട് ഞാൻ വരും കേട്ടോ. എല്ലാത്തിന്റെ ഡീറ്റെയിൽസും ആയിട്ട് വരും. കുറേ വിറ്റമിൻസ് ഉണ്ട് നമുക്ക്. അതിന്റെയൊക്കെ ഡീറ്റെയിലുമായിട്ട് ഇനിയൊരു സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാവുന്ന അന്ധത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നിശാന്തത. മനസ്സിലായല്ലോ? നിശാന്തതയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ നിന്നും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിനുകൾ തിരഞ്ഞെടുക്കുക. എന്തായാലും എല്ലാവരും കൊറോണയെ കുറിച്ചും എല്ലാം നല്ലപോലെ അവെയർ ആയിരിക്കും. നമ്മളെല്ലാവരും വാക്സിൻ എടുത്ത ആൾക്കാരാണ് അല്ലേ? അപ്പൊ ഏകദേശം ഏതൊക്കെയാണ് വാക്സിൻ എന്നുള്ള ഐഡിയ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ തെറ്റിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിക്കരുത്. നല്ല കെയർഫുൾ ആയി വായിച്ച് സമാധാനത്തോടുകൂടി ആൻസർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? കോവാക്സിൻ, കോവിഷീൽഡ്, ഫൈസർ, സ്പുട്നിക് വി. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെയായിരിക്കും? ആൻസർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 1 and 2, 3 and 4, 1 and 4, 2 and 3. ഇതിൽ എന്തായാലും നമുക്ക് ഒന്നുകൂടെ വായിച്ചു തരാം. കോവാക്സിൻ, കോവിഷീൽഡ്, ഫൈസർ, സ്പുട്നിക് വി. ഇതിൽ ഏതൊക്കെയായിരിക്കും? ആൻസർ 1 and 2. ഏതൊക്കെയാണ് 1 and 2? കോവാക്സിൻ, കോവിഷീൽഡ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? അല്ലെ? ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനം, അപകട പരിചരണം, പ്രസവ പരിചരണം ഇവയൊന്നുമല്ല. ആർദ്രം ദൗത്യം ഇപ്പോ എല്ലാവർക്കും ഏകദേശം അറിയാം. അത്യാവശ്യം പേപ്പറും ന്യൂസും ഒക്കെ LDC എഴുതുന്ന ഒരു വ്യക്തി കാണും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇതിനെ കുറിച്ചുള്ള നോളജ് ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻസർ ഏതാന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം ഏതാണ്? ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലജന്യ രോഗം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലജന്യ രോഗം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പിറോസിസ്. ഈ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഓപ്ഷൻസ് ഡി ആണ് കേട്ടോ. ഡി ഏതാണ്? 1, 3 and 4 എന്നിവയാണ്. ഏതൊക്കെയാണ് 1, 3 and 4? 1 ഹെപ്പറ്റൈറ്റിസ് എ, 3 ഹെപ്പറ്റൈറ്റിസ് ഇ, 4 ലെപ്റ്റോസ്പിറോസിസ്. ഇതൊക്കെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം.
ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രമേഹം, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, പിന്നെന്താ ഹൃദയ സംബന്ധമായ രോഗം അല്ലേ? ഇതിൽ ഏതാണ് ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്നത്? നമുക്ക് വിത്തൗട്ട് ഡൗട്ട് നമുക്ക് പറയാം ഏതാണ്? പ്രമേഹം. നമ്മൾ ഇൻസുലിൻ വെക്കുന്നത് ഷുഗർ വരുമ്പോഴാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും അറിയാം ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം അതും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻസേഴ്സും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്തു തരും എല്ലാതും. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. ഇനി നല്ല 10 ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.